പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ വാൾപേപ്പറിൻ്റെയും കർട്ടൻ്റെയും സെലക്ഷനാണ്. വാൾപേപ്പർ സീലിങ്ങും ഫ്ലോറും എല്ലാം വൈറ്റാണ്, മറ്റുള്ള വാളുകളും വൈറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ കളറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് വളരെ വളരെ ആലോചിച്ചും വളരെ നന്നായിട്ടും വളരെ സ്തുത്യർഹമാണ്. നമ്മുടെ ഫർണിച്ചറിൽ ബെഡ് സ്പ്രെഡിലുള്ള ആ ഡിസൈൻസ് അതെങ്ങനെയാണ്, എന്തുമാത്രം സ്ട്രെയിൻ എടുത്താണ് അത് സെലക്ട് ചെയ്ത് ആ കർട്ടനിലോട്ടും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കിയാൽ ആ കർട്ടനും ബെഡ് സ്പ്രെഡും ഈ വാൾപേപ്പറും തമ്മിലുള്ള ആ ഒരു മെർജിങ് വളരെ വളരെ നന്നായിരിക്കുന്നു. വളരെ നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് ഈ വീട് കാണാൻ വന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കാർക്കും ഒക്കെ പറയാനുള്ളത്. പിന്നെ ഫർണിച്ചറിൻ്റെ സെലക്ഷൻ അതുപോലെയാണ്. ഫർണിച്ചറിൻ്റെ ആ കളർ എടുത്ത് നമുക്ക് ഈ കണ്ണിന് ഒരു അപ്പീലിങ്ങും അതേസമയം വളരെ സ്ട്രൈക്കിങ്ങുമായിട്ട് ഉള്ളതാണ്. ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് എലഗൻറ്റ്. ആ ഡൈനിങ് ടേബിൾ ആയാലും ശരി, ഡൈനിങ് ചെയേഴ്സ് ആയാലും ശരി തന്നെ, ലിവിങ് റൂം ചെയേഴ്സ് ആയാലും ശരി തന്നെ എല്ലാം. ഞാനൊരു ചെറിയ ഹോം തിയേറ്റർ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെ സെറ്റിയും ഇതൊക്കെ ഇരിക്കാനും നമുക്കത് ഇരുന്ന് നമുക്ക് മണിക്കൂറുകളിൽ അതിരിക്കാൻ ഇറ്റ്സ് സോ കംഫർട്ടബിൾ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. കബോർഡുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഒത്തിരി സ്പേഷ്യസ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടു കിച്ചൺ. ഫിറ്റിങ്സ് എല്ലാം വളരെ ഇതായിട്ട് വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഒതുങ്ങിയായിരിക്കുന്നത്. അതുകൊണ്ട് വർക്ക് ഏരിയയും മോശമില്ലാത്ത സ്ഥലമുണ്ട്. വയലറ്റ് എനിക്കിഷ്ടമുള്ള കളറാണ്. പിന്നെ പൊതുവേ എനിക്ക് റെഡ് ആൻഡ് വൈറ്റാണ് ഇഷ്ടം. ബ്ലാക്ക് ആൻഡ് റെഡ് വൈറ്റും ഒക്കെയാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ട കളറുകളാണ്. പൂജാ റൂം എനിക്ക് ലിവിങ് റൂമിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും മാറിയിരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3D ബ്രിക്സ് ഒരു ഒതുങ്ങിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ പൂജാ റൂം സെറ്റപ്പ് ചെയ്തു. വളരെ നന്നായിരിക്കുന്നു. ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് പൂജാ റൂം. ഷെൽഫുകളും ഒക്കെ വളരെ അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാസ്റ്റർ ബെഡ് ആണ് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ഡെക്കർ വളരെ നന്നായിരിക്കുന്നു. വൈറ്റ് ബേസാണ്, കംപ്ലീറ്റ് വൈറ്റ് ആൻഡ് ഗ്രേ ആണ് അതിൻ്റെ കളർ. ഡൈനിങ് ടേബിളിൻ്റെ സെറ്റിങ്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫർണിച്ചർ. സാധാരണ ഒരു ഫ്ലാറ്റിൽ പോകുമ്പോൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. എല്ലാ ഡെക്കറേഷനും വളരെയധികം ഇഷ്ടപ്പെട്ടു. അല്ല, നമ്മുടെ TV വെച്ച് നമ്മുടെ ലിവിങ് റൂം ഉണ്ടല്ലോ, ആ ലിവിങ് റൂമിൻ്റെ കർട്ടൻ, അത് വെളിയിലേക്കുള്ള ബാൽക്കണി, അതിൽ യൂസ് ചെയ്യിക്കുന്ന ആ കർട്ടനും ആ കർട്ടൻ്റെ ഡിസൈനും നമ്മൾ വെളിയിൽ നിന്ന് ലൈറ്റ് വരുമ്പോഴത്തേക്ക് കാണാൻ അങ്ങനെ ഉണ്ട്. അതെ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അത് ഒരു ഡിസ്റ്റൻസിൽ നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഇറ്റ് ഈസ് വെരി നൈസ്. ആ കളറും അതിനകത്തെ ഡിസൈനും എല്ലാം കൂടെ ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ എനിക്ക് പ്രശാന്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു മിസ്റ്റർ കിരണായിരുന്നു എൻ്റെ ഇവിടുത്തെ സൂപ്പർവൈസർ. ഏത് ചെറിയ കാര്യം പറഞ്ഞാലും എനിക്ക് ഒരു സ്ക്രൂ വെക്കുന്ന കാര്യം തൊട്ട് എനിക്ക് ഇവിടെ ഒരു വലിയ പ്രശ്നം, അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പിജിയോൺ അറ്റാക്കാണ്. പിജിയോൺസ് കൂട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി ഷാബിയാക്കി കളയാം. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള ഐഡിയയും പ്രശാന്തിൻ്റെ മനസ്സിലുള്ള ഐഡിയയും കൂടെ സമന്വയിപ്പിച്ച് അദ്ദേഹം തന്നെ അത് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അതിനുള്ള സാമഗ്രികൾ പലത്തുനിന്നും കളക്ട് ചെയ്ത് വളരെ മനോഹരമായിരിക്കുന്നു. ആ പിജിയോൺ നെറ്റിങ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കാഴ്ചയ്ക്ക് ആ ദൂരെയുള്ള കാര്യങ്ങൾ കാണുന്നതിന് നമ്മുടെ കണ്ണിന് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ചുള്ളത്. കിരൺ ഇവിടുത്തെ സകല കാര്യങ്ങളിൽ എത്ര ചെറിയ കാര്യങ്ങളായാലും അത് സ്വന്തം വീട് ചെയ്യുന്ന പോലെ അത്ര ശുഷ്കാന്തിയോടുകൂടി ചെയ്തിട്ടുണ്ട്. ഈ 3D ബ്രിക്സിലുള്ള മിക്കവാറും എല്ലാ സൂപ്പർവൈസേഴ്സിനെയും ഞാൻ പരിചയപ്പെട്ടു. അതെല്ലാവരും വളരെ ഒബ്ലൈയിങ്ങും
വളരെ നമ്മൾക്ക് ആ ക്ലയൻറ്റിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അവരതിന് നിൽക്കുകയും അവരുടെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ അതാണ് അവരുടെ ഒരു മോട്ടോ. അത് നന്നായി എൻ്റെ എല്ലാ ഭാവുകങ്ങളും 3D ബ്രിക്സിനും അത് നയിക്കുന്ന പ്രശാന്തിനും വീണയ്ക്കും മറ്റ് സ്റ്റാഫുകൾക്കും എല്ലാവർക്കും എൻ്റെ ഭാവുകങ്ങൾ. നന്ദി, നമസ്കാരം.